ഇത് കാണുമ്പോൾ കണ്ടില്ല, ഇതിൻ്റെ ഒരു ഭംഗി നോക്കുകയാണെങ്കിൽ ഒരു കൊലയിലെ കാഴ്ച. ടേസ്റ്റിൽ മിയാസാക്കിയെ കടത്തി വിട്ടു. എന്നോട് പറഞ്ഞതാണ് ഇതിന് കഴിച്ച ആളുകൾ. ഇതൊരു വിദേശ മാവാണ് കേട്ടോ. ഇതേതായിട്ടോ? ഇതാണ് ഗുൽഫി മാംഗോ. നമുക്കറിയാലോ ഗുൽഫി ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഫ്ലേവർ. ആ ഫ്ലേവറിൽ വരുന്നൊരു മാങ്ങ. ഇത് മാങ്ങയുടെ ഷേപ്പ് ഒരു മാങ്ങയിൽ ഒരു കൊലയിൽ 6 മാങ്ങയിൽ കൂടുതലുണ്ടായിരുന്നു. ഇത് കണ്ടില്ല, ഇതിപ്പോൾ 1 2 3 5 6 7 8 മാങ്ങകളുണ്ട് ഇവരൊറ്റ ബാച്ചിൽ. ഇതുപോലെ ഇവിടെയൊക്കെ മാങ്ങ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മാവിന് ഇത് മൊത്തം മാങ്ങ താങ്ങാൻ വയ്യായിട്ട് ഞാനെല്ലാം പറിച്ച് ഒഴിവാക്കിയതാണ്. അത്യാവശ്യം കുറച്ച് മാങ്ങ ഇവിടെ നമുക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ മധുരം ബ്രിക്സൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വെച്ചാണ്. ഇത് കാണുമ്പോൾ കണ്ടില്ല, ഇതിൻ്റെ ഒരു ഭംഗി നോക്കുകയാണെങ്കിൽ ഒരു കൊലയിലെ കാഴ്ച. ഇത് മിയാസാക്കിയെ വെല്ലുട്ടാ. കാണാനാണെങ്കിൽ അതേ ഒരു കളറും ഉണ്ടല്ലേ. ടേസ്റ്റിൽ മിയാസാക്കിയെ കടത്തി വിട്ടു. എന്നോട് പറഞ്ഞതാണ് ഇത് കഴിച്ച ആളുകൾ. പക്ഷെ ഞാനിത് കഴിച്ചിട്ടില്ല. പക്ഷെ നമുക്കിത് ഇപ്പോൾ മൂത്ത് വിളഞ്ഞതിന് ശേഷം ഇത് നമ്മൾ കഴിക്കും, അതിൻ്റെ റിവ്യൂ വരും. പക്ഷെ ഇത് പൊളിക്കുമല്ലേ? ഇത് പൊളിക്കും. ഡ്രമ്മിനകത്താണ്. ഇത് ഡ്രമ്മിനകത്താണ്. അത്യാവശ്യം കായ പിടിച്ചിട്ട് ഇതിൻ്റെ കളറാണല്ലോ കണ്ടില്ല. ഞാൻ പറയില്ല, മാങ്ങ കാണാനുള്ള ഭംഗി നമ്മൾ വെറും വിഴുങ്ങാന്നുള്ളത് മാത്രമല്ല, ഭംഗി ആസ്വദിക്കുക. അതോടെ തന്നെ കഴിക്കാൻ അത്യാവശ്യം ടേസ്റ്റും കൂടെ ആയിട്ടുണ്ടെങ്കിൽ ആ മാങ്ങ പൊളിക്കും. അടിപൊളി മാങ്ങ കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എയർപോർട്ടുകളിലാണ് സമുദായം. ഇവിടെ നമുക്ക് ഒട്ടനവധി വിദേശ മാവുകളും സ്വദേശ മാവുകളും ഹൈബ്രിഡ് ഇനം മാവുകളും കായ്ച്ചിട്ടുണ്ട്.